अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्, परित्राणाय साधूनां विनाशाय च दुष्कृतां, धर्म संस्थापनार्थाय संभवामि युगे युगे। ഓം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് മഹാഭാരതത്തിലെ സംഭവ പർവത്തിലെ സുഭദ്രാഹരണത്തിലെ ഒരു ഭാഗമാണ് അനുസ്മരിക്കുന്നത്. അർജുനൻ തീർത്ഥയാത്രയൊക്കെ നടത്തുന്ന അവസരത്തില് യാദവന്മാരുമായിട്ടൊരു സംവാദത്തിലൊക്കെ ഏർപ്പെടാനായിട്ട് ഇടയായി. അവിടെ ബലരാമസ്വാമികള് താപസവേഷമൊക്കെ ധരിച്ചിരിക്കുന്ന അർജുനനെ കണ്ടു കഴിഞ്ഞപ്പോൾ സന്യാസിയാണ് എന്ന് ധരിച്ചു. അർജുനന്റെ വാക്കുകളൊക്കെ കേട്ട്, അദ്ദേഹം നടത്തിയ തീർത്ഥയാത്രയെ പറ്റിയിട്ടുള്ള വിവരണങ്ങളൊക്കെ കേട്ട് സന്തോഷത്തോടു കൂടിയിട്ട് പറയുകയുണ്ടായി, അങ്ങ് ഞങ്ങളുടെ അതിഥിയായിട്ട് ദ്വാരകയിൽ വന്ന് താമസിക്കണം, അനുഗ്രഹിക്കണം. ബലരാമൻ പറയുകയാണ്, അങ്ങയുടെ ചാതുർമാസ്യ വ്രതം പൂർണ്ണമാകുന്നത് വരെ നമ്മുടെ ഉദ്യാനത്തിലെ ലതാനികുഞ്ചത്തില് അങ്ങ് താമസിക്കുക. സുഭദ്രയുടെ പക്കൽ നിന്ന് ഭിക്ഷയേറ്റ് അങ്ങേക്ക് അവിടെ കഴിയാം. കൃഷ്ണ, നീ കൂടെ പറയുകയാണെങ്കിൽ ഈ മുനി ഇപ്പോൾ അതിനായിട്ട് സമ്മതിക്കും. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, ബലവാനും സുഭകനും വാഗ്മിയും യുവാവുമായിരിക്കുന്ന ഒരാള് കന്യാപുരത്തിന്റെ സമീപം താമസിക്കുന്ന അത്ര നന്നല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എങ്കിലും ഗുരുവും ധാർമ്മികനുമായ അങ്ങ് കൽപ്പിച്ചതുകൊണ്ട് ഞാൻ അനുസരിക്കുന്നു. അങ്ങനെ സന്യാസിയെ കന്യാപുരത്തിൽ എത്തിക്കുവാനായിട്ട് ബലരാമൻ കൃഷ്ണനെ ചുമതലപ്പെടുത്തി. കന്യാപുരത്തില് സന്യാസി അതിഥിയായിട്ട് താമസിക്കാൻ ഒക്കെ ആരംഭിച്ചു. കൃഷ്ണൻ തന്റെ സഹോദരിയോട് സുഭദ്രയോട് യതിവ്രതന് ഭക്ഷ്യഭോജ്യങ്ങൾ യഥാസമയത്ത് നൽകി ഗുരുപ്രീതി നേടണമെന്ന് ഉപദേശിച്ചു. അങ്ങനെ അർജുനൻ അവിടെ സുഭദ്രയുടെ സൽക്കാരങ്ങളൊക്കെ ഏറ്റ് താമസമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ക്രമേണ പാഞ്ചാലിയെ പറ്റി പോലും ചിന്തിക്കാതെ ആയി എന്ന്. എപ്പോഴും സുഭദ്രയെ പറ്റിയിട്ടുള്ള വിചാരമായി മനസ്സിൽ. രാത്രിയിലും പകലും ഒക്കെ സുഭദ്ര ആ അർജുനന്റെ മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. സുഭദ്രയ്ക്കും അർജുനനോടൊരു പ്രതിപത്തിയൊക്കെ തോന്നാനൊക്കെ ആയിട്ട് തുടങ്ങിയെന്ന്.
അർജുനനുമായിട്ട് സംവാദത്തിലൊക്കെ ഏർപ്പെട്ടു സുഭദ്ര. വർത്തമാനമൊക്കെ പറയാനൊക്കെ ആയിട്ട് തുടങ്ങിയപ്പോൾ തൻ്റെ തീർത്ഥയാത്രയിലുണ്ടായ കാര്യങ്ങളൊക്കെ അവിടെ അർജുനൻ വർണ്ണിക്കുന്നു. നാട്, നഗരം, കാണുന്ന വിശേഷങ്ങൾ, ഇതൊക്കെ അർജുനന് അവിടെ സുഭദ്രയെ പറഞ്ഞ് കേൾപ്പിക്കുക. അപ്പൊ അങ്ങനെ അർജുനനും സുഭദ്രയും തമ്മിലൊരു സംവാദം അവിടെ ആരംഭിച്ചു. പിന്നീട് സുഭദ്ര സന്യാസി വേഷത്തിലുള്ളത് അർജുനനാണ് എന്ന് മനസ്സിലാക്കുന്നതും അർജുനൻ സുഭദ്രയെ ദ്വാരകയിൽ നിന്ന് ഹരിക്കുന്നതുമായിരിക്കുന്ന കാര്യങ്ങളാണ് ബാക്കി ഭാഗത്തിൽ നമ്മൾ കേൾക്കുക. ഭഗവത്പാദത്തിലേക്ക് ഈ വാക്കുകളെ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണപാദാരവിന്ദാർപ്പണമസ്തു.